മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് ഇവരുടെ കൂടിക്കാഴ്ച. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നത് ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറയും. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം ഇപ്പോൾ കേരള ഹൗസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി വളരെ സജീവമായ രാവിലെ തന്നെ, കാര്യം രാവിലെ അദ്ദേഹത്തിനൊരു നടപ്പൊക്കെ ഉള്ളതാണല്ലോ. വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കാനിരിക്കുന്നത്. SKN സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ കേരള ഹൗസിലാണ്. കേരള ഹൗസിലെ കൊച്ചിൻ പാലസ് ഹൗസിന് മുന്നിലാണ്. ഇവിടെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തിയാൽ അദ്ദേഹം തങ്ങാറുള്ളത്. ഇവിടെയാണ് അദ്ദേഹം എന്തായാലും ഈ കൊച്ചിൻ ഹൗസിന് അകത്ത് തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രഭാത നടത്തം അടക്കമുള്ളവ ഈ കെട്ടിടത്തിന് അകത്ത് തന്നെയാണ് നിർവഹിക്കാറുള്ളത് സാധാരണ നിലയിൽ ഡൽഹിയിലെത്തുന്ന ഘട്ടത്തിൽ. ഇന്ന് എന്തായാലും 11 മണിക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിന് മുന്നിൽ വെച്ച നിരവധി ആവശ്യങ്ങൾ ഉണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണത്തിനായുള്ള പ്രത്യേക പാക്കേജ് എന്നുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ നിവേദനം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള MP-മാർ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയിരുന്നു. എങ്കിൽ പോലും കേരളം ആവശ്യപ്പെട്ട ഒരു തുകയ്ക്ക് അടുത്തു നിൽക്കുന്ന ഒരു തുക പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടിക്കാഴ്ചയിലെ ഒരു പ്രധാന അജണ്ടയായി ഉയർന്നു വരും എന്ന് ഉറപ്പാണ്. ഇതോടൊപ്പമാണ് കേരളത്തിന്റെ എയിംസ് അടക്കമുള്ള കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ BJP അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ, ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, ഇതോടൊപ്പം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരെ മുഖ്യമന്ത്രി കണ്ടിരുന്നു. നിരവധി ആവശ്യങ്ങൾ ഇവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് വയനാട് പ്രത്യേക പാക്കേജ്, എയിംസ്, കൂടാതെ കേരളത്തിലെ മറ്റ് വികസന പദ്ധതികൾ, ദേശീയപാത വികസന പദ്ധതികൾ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഈ മുഖ്യമന്ത്രിയുടെ ഈ 2 ദിവസത്തെ സന്ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്നുള്ളത് കേന്ദ്ര സർക്കാരിലെ ഏറ്റവും നിർണായകമായ ഏറ്റവും ഉന്നതരായ 5 പേർ, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഒപ്പം തന്നെ BJP അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായ JP നദ്ദ, കൂടാതെ നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ എന്നീ 5 പേരെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഈ ആവശ്യങ്ങളിൽ അനുകൂലമായ ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത മന്ത്രിമാർ PA മുഹമ്മദ് റിയാസും KN ബാലഗോപാലും അടക്കമുള്ളവർ പങ്കുവച്ചത്. ഇന്നെന്തായാലും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. അതിനുശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.